പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഇന്ന് പിന്നെ ബസ് സിമുലേറ്ററിൽ ഞാൻ ട്രക്കാണ് ഓടിക്കണേ, അതും ഇന്ത്യൻ ട്രക്ക്. ഇത് പിന്നെ ടാറ്റയുടെ ട്രക്കാണ് കേട്ടോ. വണ്ടി പിന്നെ ഫുള്ള് ലോഡഡാ. ഈ വണ്ടിയുടെ അകത്ത് നിറച്ച് കഞ്ചാവാ. നമുക്കത് വേറൊരു സ്ഥലത്തേക്ക് സേഫായിട്ട് എത്തിക്കണം. ഇടയിൽ വെച്ച് പോലീസ് എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ പണിപ്പാളും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ആ ലൊക്കേഷനിലേക്ക് പോവാം. നമ്മൾ പോണ സ്ഥലത്തിൻ്റെ പേര് ഗില്ലിമാനിക്ക, അങ്ങനെ എന്തോ ആണ്. ഡെംപസാർ ടു ഗില്ലിമാനിക്ക്, അതാണ് ഞാൻ റൂട്ട് സെലക്ട് ചെയ്തത്. ഇവിടെ പിന്നെ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ കാണാനായിട്ട് നൈസ് ആയിട്ട് കേട്ടാ. ഇതിൻ്റെ ഇൻഫോർടൈൻമെൻ്റ് അവിടെ, ഇത് മിററിൻ്റെ അവിടെ ഉണ്ട്. ഒരു ചെറിയൊരു സ്ക്രീനാ. എൻ്റെ ബസ്സിലൊക്കെ ആണെങ്കിൽ വലിയ സ്ക്രീനാണ് വരണേ. ഇവിടെ പിന്നെ ഫ്രണ്ടിൽ ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മേലെ ടോം ആൻഡ് ജെറിയുടെ ഒരു കീ ചെയിനും ഇങ്ങനെ ആടുണ്ട്. ഇൻറ്റീരിയറിൽ ഇപ്പോൾ ഏതായാലും ഒരു ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട്, അതേതായാലും കൊള്ളാം. ഈ വണ്ടി പിന്നെ അത്യാവശ്യം സ്പീഡിലൊക്കെ പോകട്ടാ. ഒന്നാമത്തെ കാര്യം, ഈ വണ്ടി ഫുള്ള് ലോഡഡാ, എന്നിട്ടും നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ 100 കടന്നു, 200 വരെ പോകും തോന്നുന്നുണ്ട്. മുന്നേ ഞാൻ ടാറ്റയുടെ KSRTC കൊണ്ടുവന്നില്ലേ, അത് 230 വരെ പോവും. ഇതപ്പോൾ 200 വരെ പോവേണ്ടതാണ്. നമുക്ക് ഒരു സ്ട്രെയിറ്റ് റോഡ് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഒന്ന് നോക്കി നോക്കാം. ഞാൻ പിന്നെ പോണ ഈ വഴിയിലേ നിറച്ച് വളവും തിരിവാ. ഇവിടെ നമുക്ക് അധികം സ്പീഡിൽ പോകാൻ പറ്റില്ല. മുമ്പിൽ പിന്നെ ഒരു ലോറിക്കാരൻ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ് കേട്ടോ. അവൻ ഭാഗ്യത്തിന് പോയിട്ട് ഇടിച്ചില്ല. എന്തെങ്കിലും ആട്ടെ, ഈ റൂട്ട് പിന്നെ ഫുള്ള് വളവും തിരിവാ. ഞാൻ പിന്നെ വളവിൽ ഓവർടേക്ക് ചെയ്യും, അത് വേറെ കാര്യം. ഇതേപോലെ അങ്ങ് ഓവർടേക്ക് ചെയ്യും. നമ്മൾ പക്ഷേ സ്റ്റൈലൊക്കെ കാണിച്ചിട്ടാണ് വണ്ടി ഓടിക്കുക. നമുക്കിവിടെ നിയമങ്ങളൊന്നും ബാധകമല്ല. ഞാൻ പിന്നെ പോണ വഴിയിലേ ഒരു സീക്രട്ട് റൂട്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറേ പേർക്ക് അത് അറിയായിരിക്കും. മറ്റേ ഡെംപസാർ ടു ഗില്ലിമാനിക്ക ആ റൂട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു സീക്രട്ട് റൂട്ട് വരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ മാപ്പ് എടുക്കില്ലേ, അതിൻ്റെ റൈറ്റ് സൈഡിൽ അറ്റത്തായിട്ട് ആ റൂട്ട് വരുന്നത്. ഞാനിപ്പോൾ അതാണ് സെലക്ട് ചെയ്തത്. നമുക്കപ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ പോവാം. വണ്ടി 159 സ്പീഡിൽ എത്തിയിട്ടാ. മുമ്പിൽ പിന്നെ ഒരു വലിയ വളവുണ്ട്. ഞാൻ ഈ വളവിലെങ്ങനെ നൈസായിട്ട് ഓവർടേക്ക് ചെയ്തു. ഭാഗ്യത്തിന് മുന്നിൽ നിന്ന് വണ്ടികളൊന്നും വന്നിട്ടില്ല. വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇവിടെ കുറച്ചുകൂടി മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പാലം വരും. ആ പാലം കടന്നിട്ടാണ് ആ റൂട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ആ പാലം. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുക്കാം. ലെറ്റ്സ് ഗോ. ഇതാണ് ആ സീക്രട്ട് റൂട്ട്. ഈ റൂട്ട് കുറേ പേർക്ക് അറിയാം. കുറേ പേര് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഇത് പിന്നെ ഒരു ഷോർട്ട് കട്ട് വഴിയാണ്. കുറച്ച് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ തിരിച്ച് മെയിൻ റോഡിലേക്ക് തന്നെ എത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങ് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, ഇവിടെ നമ്മൾ വേറെ ഏതൊരു സ്ഥലത്തേക്ക് എത്തിയേക്കാണ്. ഇത് ഏതൊരു ബീച്ച് ഏരിയ. ലെഫ്റ്റ് സൈഡിൽ ഒരു ബീച്ചൊക്കെ ഉണ്ട്. എനിക്ക് പക്ഷേ ബീച്ചിൽ പോകാനായിട്ട് ടൈമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ലോഡ് ഡെലിവറി ചെയ്യണം. ഇവിടെ പിന്നെ ഇതൊരിക്കും ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല കേട്ടാ. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. പോലീസ് എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ പണിപ്പാളും. ഇവിടെ ഒരു ട്രക്ക് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഓവർടേക്ക് ചെയ്ത് പോയിട്ടാ. അത് എന്തു സ്പീഡിലാണ് പോണേ. അത് ശരി, അത്രയ്ക്ക് കഴിയാ. നമുക്കപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ആ ട്രക്കപ്പോൾ എത്രയല്ല പൂണ്ടാവുക. എൻ്റെ വണ്ടി തന്നെ 130 പോണേ. ഓക്കെ, ഞാൻ ആ ട്രക്കിനെ ഓവർടേക്ക് ചെയ്തു. ലെറ്റ്സ് ഗോ. ഇനി ആരെന്നെ ഓവർടേക്ക് ചെയ്യുക? ഇവിടെ നീ മുമ്പിൽ വണ്ടിയൊന്നും കാണാനില്ല. ഇനി നമുക്ക് എത്ര ദൂരമാണോ പോകണ്ടേ? നമ്മളിപ്പോൾ അത്യാവശ്യം ദൂരം ഓടിച്ചിട്ടുണ്ട്. 120 കിലോമീറ്റർ എന്ന് തോന്നുന്നുണ്ട്. മറ്റേ ഗില്ലിപ്പക്ക, അയ്യോ ആ സ്ഥലത്തിൻ്റെ പേരൊന്നുണ്ടായിരുന്നു. ഇതൊന്നും പെട്ടെന്ന് ഓർക്കാൻ പറ്റാത്ത പേരുകളാ. പെട്ടെന്ന് മറന്നു പോവും, അതാണ് പ്രശ്നം. എൻ്റെ വണ്ടി ഇങ്ങനെ ഇടിച്ചേ. ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ സൈഡിൽ എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടാവും. അതിപ്പോൾ സീനില്ല. അയ്യോ, ജസ്റ്റ് വിസിട്ടാ. ആ ട്രക്കാരൻ ഇപ്പോൾ തെറിച്ച് പോയെന്നെ.
ഓ വണ്ടി ഇപ്പോൾ 200 കടന്നുട്ടാ. 201 എത്തിണ്ടായിരുന്നു. എൻ്റെ വണ്ടി എവിടെ തട്ടണ? എനിക്ക് തട്ടണ സൗണ്ടൊക്കെ കേൾക്കാണ്ട്. എൻ്റെ അമ്മച്ചി. ശരി എന്നാ. ഇവിടെ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. പക്ഷെ സീനില്ല. വണ്ടി അപ്പോഴും ഓടുണ്ട്. അത് തന്നെ വലിയ കാര്യം. നമ്മുടെ വണ്ടിയുടെ ഹെൽത്ത് ഇപ്പോൾ 83% മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ മുന്നത്തെ വീഡിയോസിൽ പറയാറുള്ള പോലെയാ, 50-ന് താഴെ പോയ പണി പാടും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ കുഴപ്പമില്ല, വണ്ടി സ്മൂത്തായിട്ട് ഓടും. ഇവിടെ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഓ, ഇയാൾ എവിടെ നോക്കിയിട്ടാ വണ്ടി വളയ്ക്കണേ? ആ മിററിലൊന്ന് നോക്ക് വല്ലപ്പോഴും. നമ്മളിപ്പോൾ ഏകദേശം ആ സ്ഥലത്തേക്ക് എത്താറായെന്ന് തോന്നുന്നുണ്ട്. കുറേ നേരമായി ഞാൻ ഈ സെയിം റൂട്ടിൽ കൂടെ വണ്ടി ഓടിക്കണേ. അയ്യോ, ഞാനിവിടെ ചെറുതായിട്ട് സ്റ്റൈല് കാണിക്കാൻ നോക്കിയതാ. ഭാഗ്യത്തിന് വണ്ടി കൊണ്ട് ഇടിച്ചില്ല. ഞാൻ അടുത്ത വീഡിയോയിലെ കേരള ട്രാഫിക് മോഡ് കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കണേ. ഇന്നത്തെ വീഡിയോയിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് കേരള ട്രാഫിക് മോഡ് വെച്ച് കളിക്കാം. അന്നേരം നമുക്ക് റോട്ടിൽ KSRTCയും പിന്നെ പ്രൈവറ്റ് ബസ്സൊക്കെ കാണാൻ പറ്റും. അന്നേരം നമുക്ക് ശരിക്കും ഒരു കേരള വൈബ് തരും. ഇവിടെ ആ മോഡ് ഇല്ലാണ്ട് തന്നെ ഒരു കേരള വൈബ് ഉണ്ട്. ആ മോഡ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയാവും, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ടൗണിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കുന്ന ഗില്ലിമാനിക്ക്. ഇത് തന്നെ ആവണം. ഞാൻ കുറേ നേരമായി വണ്ടി ഓടിക്കണേ. ഇവിടെ ഇപ്പോൾ നമ്മുടെ സ്പീഡ് 200 ആയിട്ടാ. ഇപ്പോൾ 201 കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നണത് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 201 ആവുമെന്ന്. വണ്ടിയിൽ പിന്നെ ലോഡൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. ലോഡില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ പോവായിരിക്കും. ഈ ഗെയിമിൽ ഇനി അങ്ങനത്തെ വല്ല മെക്കാനിസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഏതായാലും ആ സ്ഥലത്തേക്ക് എത്തിയേക്കാ, ഗില്ലിമാനിക്ക്. ഇനിയിപ്പോൾ എവിടെ വണ്ടി നിർത്തണ്ടേ? നമ്മുടെ വണ്ടിയിൽ പിന്നെ അത്യാവശ്യം ഡാമേജ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കളിക്കുമ്പോൾ എന്തായാലും വണ്ടിക്ക് ഡാമേജ് വരും, അതുറപ്പാ. ഇവിടെ ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് വലിയ കാര്യമായിട്ട് ഡാമേജ് ഒന്നുമില്ല. ഫ്രണ്ടിൽ കുറച്ച് ഡാമേജ് ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇതിൽ കാണിക്കുന്നുണ്ട് മാക്സ് സ്പീഡ് 201. അത്രയ്ക്ക് തന്നെ പോവുള്ളൂ. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.